മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുവാൻ ബാലചന്ദ്രൻ ഒരു ഡേറ്റ് തീരുമാനിക്കുകയാണ്. ആ ഡേറ്റ് പ്രകാരം കുടുംബത്തിലെ എല്ലാവരും വന്നു ചേർന്ന് അവരുടെ മുൻപിൽ വെച്ച് ബാലചന്ദ്രൻ വിളിച്ചു പറയണം. ആ വിവരം അലീന എല്ലാവരെയും അറിയിക്കുന്നു. ഗംഗാധര മേനോൻ വൈജയന്തിയും ആ വിവരം അറിയിക്കുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ എൽസമ്മയ്ക്ക് പരസഹായം കൂടാതെ നടക്കാമായിരുന്നു. പക്ഷെ നടക്കാൻ അവർ തയ്യാറല്ല. ശേഷിച്ച കാലം ശയ്യാവലംബിയായി തുടരാനാണ് ആഗ്രഹമെന്ന് തോന്നും അവരുടെ നിസ്സംഗത കണ്ടാൽ. അലീന ഇപ്പോഴിപ്പോൾ ഒട്ടും സമ്മതിച്ചു കൊടുക്കുന്നില്ലെന്നായി. ടാനിയെ കൂടി സഹായത്തിന് വിളിച്ച് എൽസമ്മയെ വലിച്ച് എഴുന്നേൽപ്പിച്ച് മുറ്റത്തേക്ക് കൊണ്ടുപോകും. അവിടം വരെ ഒരു കൈത്താങ്ങി നടത്തിയിട്ട് വിട്ടുകളയും. എൽസമ്മയ്ക്ക് തനിയെ നടന്നു വേണം മുറിയിൽ തിരിച്ചെത്താൻ. സഹായത്തിന് വിളിച്ചാൽ മക്കൾ ആരും ചെല്ലില്ല. അലീനയ്ക്ക് ആ സമയത്ത് ചെവി കേൾക്കാനും വയ്യ. എൽസമ്മ തനിയെ തിരിച്ചു വരും. ഇതെന്തൊരു മാനസിക നിലയാണെന്നോർത്ത് അലീന ആശ്ചര്യപ്പെടാറുണ്ട്. രോഗവിമുക്തി ആഗ്രഹിക്കാത്ത രോഗികളുണ്ടോ? കിടപ്പിലായി പോയ എല്ലാവർക്കും സ്വന്തം കാലിൽ എഴുന്നേറ്റ് നടക്കണമെന്നും കാറ്റും വെളിച്ചവും ഏൽക്കണമെന്നും ആഗ്രഹമുണ്ടാകില്ലേ? ഇത്രയും കാലം പാളം തെറ്റി സഞ്ചരിച്ചിട്ട് ശരിയായ പാതയിലേക്ക് തിരിച്ചു വരാനുള്ള മടിയാണോ? ധരിച്ചതും ധരിപ്പിച്ചതുമെല്ലാം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടായ ജാള്യമാണോ? സ്റ്റാൻലി ഒരു ഭീകരനൊന്നുമല്ലെന്ന് ടാനിയും ടോജയും ടെൽസയും ഒക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. അവരെ കുറേശ്ശെ തിരുത്താൻ അലീനയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ മനസ്സിൽ അബദ്ധധാരണകൾ മല പോലെ ഉറച്ചു കിടക്കുകയായിരുന്നു. അവർക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ പപ്പയുടെ കുറ്റങ്ങൾ മാത്രം കേട്ട് വളരുകയാണ്. ഇതിൽ പകുതിയിലധികവും റീത്ത മാൻഡിയുടെ സംഭാവനയാണെന്ന് ടാനിയ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് സ്വന്തം അമ്മയും അമ്മാവന്മാരും അവരുടെ മക്കളും ചേർന്ന് നൽകിയതും. പപ്പയുടെ ഒരു നന്മ പറയൂ എന്ന് അലീന 3 പേരോടും ആവശ്യപ്പെട്ടിട്ട് അവർക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. പപ്പ നായ്ക്കളെ വളർത്തുന്നത് കുറ്റം, പപ്പ മിക്കപ്പോഴും ഒരു പ്രത്യേക ഡ്രസ്സ് ധരിക്കുന്നത് കുറ്റം, പപ്പ മുറിയിൽ വെറുതെ ഇരിക്കുന്നത് കുറ്റം, ക്ലബിൽ പോകുന്നത് കുറ്റം, ഗൗരവത്തിലിരിക്കുന്നത് കുറ്റം, മമ്മിയുടെ വീട്ടുകാർ പറയുന്നത് പപ്പ അനുസരിക്കാത്തത് കുറ്റം, പപ്പയുടെ ഭക്ഷണം പപ്പ തന്നെ നിശ്ചയിക്കുന്നത് കുറ്റം. ഇങ്ങനെ കുട്ടികൾക്ക് ചിന്തിക്കുക പോലും ചെയ്യേണ്ടാത്ത ആയിരക്കണക്കിന് കുറ്റങ്ങളുടെ ഉരുളൻ കല്ലുകൾ കൊണ്ട് ഒരു മല നിർമ്മിച്ചിരിക്കുകയാണ് അവരുടെ മനസ്സിൽ. അലീന അവ ഓരോന്നായി എടുത്തു മാറ്റുന്നുണ്ട്. അതിനുവേണ്ടി ദിനവും കുറെ ന്യായവിസ്താരങ്ങൾ വേണ്ടി വന്നിരുന്നു. കുട്ടികൾക്കിപ്പോൾ സ്റ്റാലിയുടെ മുറിയിൽ ചെല്ലാനോ അയാളോട് സംസാരിക്കാനോ ഒപ്പമിരുന്ന് ചെസ് കളിക്കാനോ സങ്കോചമില്ലെന്നായി. കൂട്ടത്തിൽ സ്റ്റാൻലിയും തിരുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അലീന. കുട്ടികളോട് അങ്ങോട്ട് സംസാരിക്കുന്ന സ്വഭാവം സ്റ്റാൻലിക്ക് തീരെയില്ലായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയെടുക്കാൻ അവൾക്ക് സാധിച്ചു. രണ്ടാമത്തെ കുഴപ്പം കുട്ടികളെ ഒപ്പം കൊണ്ടുപോവുകയോ അവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നതായിരുന്നു. അതിനും അലീന തന്നെ മുൻകൈയെടുത്തു. ക്ലാസ്സില്ലാത്ത ദിവസം ചിലപ്പോൾ ടോജോയോ ടെൽസോയോ ജീപ്പിൽ കയറ്റി സ്റ്റാൻലിയോടൊപ്പം അവൾ തോട്ടത്തിലേക്ക് അയച്ചിരുന്നു. 2-3 തവണ അലീന നിർബന്ധിച്ച് ടാനിയെയും അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലിയെ കൊണ്ട് തന്നെ അലീന കുട്ടികളെ വിളിപ്പിച്ച് ചില ചുമതലകൾ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. ഇനി എൽസമ്മയ്ക്കാണ് ഒരു ഉണർവ് വേണ്ടത്. ഇന്ന് എൽസമ്മയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയപ്പോഴും അലീന ഓർമ്മപ്പെടുത്തി. നടക്കാറായി ആന്റി, ജോലി ചെയ്തു തുടങ്ങാനുമായി. ഇനി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ഞാനിവിടെ എത്രനാൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചാ? ഞാനിവിടെ ചെയ്യുന്നത് എന്റെ ജോലിയല്ല, ആന്റിയും മക്കളും കൂടി ചെയ്യേണ്ട ജോലിയാ. എന്റെ ജോലി ഇവിടെ അല്ല, ഞാനങ്ങ് പോകും. എൽസമ്മ അതത്ര വിശ്വസിച്ചില്ല. അലീന ഇവിടെ തന്നെ നിൽക്കുന്നതാണ് എൽസമ്മയ്ക്ക് താല്പര്യം. കുട്ടികളുടെ എല്ലാ ഉത്തരവാദിത്തവും അവൾ ഏറ്റെടുത്തുകൊള്ളും. ഭംഗിയായി അവരുടെ ദൈനംദിന ജീവിതവും അഭിരുചികളും ചിട്ടപ്പെടുത്തും. അവർക്ക് ശരിയായ ദിശ കാട്ടിക്കൊടുത്ത് നടത്തും. തന്നെ വിരട്ടാൻ വേണ്ടിയാണ് പോകും പോകും എന്ന് പറയുന്നതെന്നാണ് എൽസമ്മയുടെ വിചാരം. അലീന എവിടേക്ക് പോകാനാണ്? സ്റ്റാൻലി വിട്ടയക്കുമോ? അവൾ സ്റ്റാൻലിയുടെ മകളാണ്, ഈ കുടുംബത്തിലെ അംഗമാണ്. അവൾക്കൊരു ജീവിതമുണ്ട്. അങ്ങനെ പോകാൻ പറ്റോ? എൽസമ്മ ചോദിച്ചു. പറ്റണം. അതിനുവേണ്ടിയാ ഞാൻ ഇത്ര ഉത്സാഹിക്കുന്നത്. പിന്നെ എൽസമ്മ ഒന്നും ചോദിച്ചില്ല. എൽസമ്മേന്റെ തിരുത്താൻ തനിക്ക് സാധ്യമല്ലെന്ന് അലീനയ്ക്ക് ഇതിനകം ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എത്ര ന്യായം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. ചെറിയ സങ്കടങ്ങൾ പോലും അവർക്ക് സഹിക്കാനാവാത്ത വേദനയാണ്. പനിയോ തലവേദനയോ വന്നാൽ എന്തു പറ്റിയെന്ന് സ്റ്റാൻലി ചോദിക്കാറില്ലായിരുന്നു എന്നതും ഡോക്ടറുടെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോയില്ല എന്നതും എൽസമ്മയെ സംബന്ധിച്ച് ഭയങ്കരങ്ങളായ ആഘാതങ്ങളാണ്. അതേപ്പറ്റി പറയുമ്പോൾ എൽസമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകും. ആന്റി പറഞ്ഞിരുന്നോ പനിയുണ്ടെന്ന്, തലവേദനിക്കുന്നെന്ന്, ഡോക്ടറെ കാണണമെന്ന്? പറയണോ? പറഞ്ഞിട്ടാണോ എല്ലാ കാര്യങ്ങളും അറിയേണ്ടത്? സ്നേഹമില്ല, അതാണ് കാര്യം. ഇതായിരുന്നു എൽസമ്മയുടെ ഏറ്റവും വലിയ പരാതി. സ്റ്റാൻലി സ്നേഹശൂന്യനാണ്, ക്രൂരനാണ്, ഭയങ്കര ദുഷ്ടനാണ്. തലവേദനയ്ക്ക് ഗുളിക വാങ്ങാൻ പറഞ്ഞിട്ട് മറന്നുപോയതൊക്കെ
മനഃപൂർവ്വം ചെയ്യുന്ന ക്രിമിനൽ കുറ്റം പോലെയാണ് എൽസമ്മയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത്. ആ തീയതിയും ദിവസവും വർഷവും എല്ലാം കൃത്യമായി എണ്ണി എണ്ണി പറയും. കറിയിൽ മണ്ണെണ്ണയുടെ അരുചി കലർന്നത് ഇഷ്ടപ്പെടാതെ സ്റ്റാൻലി പാത്രം തട്ടിമാറ്റിയതും അത് നിലത്ത് വീണുടഞ്ഞതും ആണ്ടും തീയതിയും ദിവസവും ഓർമ്മിച്ച് പറയുമ്പോൾ എൽസമ്മയുടെ ചങ്കു പൊട്ടും. ഞാൻ മനഃപൂർവ്വം മണ്ണെണ്ണ ചേർത്തതാണോ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഓരോ ചെറിയ സംഭവം പോലും അതിന്റെ തീയതിയും ദിവസവും വർഷവും സഹിതം ഊതിപ്പെരിപ്പിച്ച് മഹാപർവ്വതമാക്കിയിട്ടിരിക്കുകയാണ് ആ മനസ്സിനുള്ളിൽ. ആ മഹാമേരുക്കളെ ഇളക്കി മാറ്റുക ക്ഷിപ്രസാധ്യമല്ല. എൽസമ്യാൻറ്റിയുടെ ഒരു വിശ്വാസവും ഇളക്കാതിരിക്കുകയാണ് തൽക്കാലം സുരക്ഷിതമെന്ന് അലീനയ്ക്ക് ഇതിനകം മനസ്സിലായി കഴിഞ്ഞിരുന്നു. വരാന്തയിലേക്ക് കടന്നതേ അലീന എൽസമ്മയുടെ കയ്യിൽ നിന്നുള്ള പിടിവിട്ടു. ഇനി തനിയെ നടക്ക്. എൽസമ്മ സിറ്റൗട്ടിലേക്ക് നീങ്ങി. അവിടെ നിന്ന് അലീന കൈപിടിച്ച് മുറ്റത്തേക്ക് ഇറക്കി. പുൽത്തകടിയിലൂടെ സാവധാനം നടക്കുന്നതിനിടയിൽ ടാനിയ അലീനയുടെ ഫോണുമായി ഓടി വന്നു. ചേച്ചി, മനുവേട്ടന്റെ കോൾ. അലീന അത് വാങ്ങി കാതോട് ചേർത്തു. മനുവേട്ട, അലീനയ. ഇയാളിവിടെ എന്തെടുക്കുക? ഞാൻ കുറേ നേരം കൊണ്ട് വിളിക്കുന്നു. സോറി മനുവേട്ട, ഞാൻ മുറ്റത്തായിപ്പോയി. അലീന, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. മറ്റന്നാൾ നീ കൊല്ലപ്പള്ളിക്ക് വരുന്നില്ലെന്ന് കേട്ടു. എന്തിനാ മനുവേട്ട ഞാൻ വരുന്നത്? അവിടെ എല്ലാവരും വേണ്ടേ? ശരിക്കു പറഞ്ഞാൽ മറ്റന്നാളത്തെ കുടുംബയോഗത്തിൽ മുഖ്യ അതിഥി നീയാണ്. അതെങ്ങനെ മനുവേട്ട? ബാലചന്ദ്രൻ അങ്കിൾ ആന്റിയെക്കുറിച്ച് പറയാനാണ് യോഗം വിളിച്ച് കൂട്ടുന്നതെങ്കിലും ആളുകളെ ഞെട്ടിക്കുന്ന സംഭവം അലീന ആന്റിയുടെ മകളാണെന്നുള്ള പ്രഖ്യാപനമായിരിക്കും. അലീനയുടെ മുഖം മ്ലാനമായി. അതൊരു ആഘോഷമായിട്ട് കാണല്ലേ മനുവേട്ട? അമ്മയ്ക്ക് എല്ലാം താങ്ങാനുള്ള ശക്തി കൊടുക്കണേന്ന എന്റെ പ്രാർത്ഥന. ഒന്നും അറിയാതെയല്ലേ മനുവേട്ട അമ്മ വരുന്നത്? ചെറിയൊരു സംശയം പോലും ഇല്ലാതെ, എന്നിട്ട് ഒരു കൂട്ടം സ്വന്തക്കാരുടെ മുൻപിൽ വെച്ച് എനിക്കത് ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അലീന. ആന്റിക്ക് അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ട്. മനുവേട്ട, അമ്മയുടെ ധൈര്യം, അമ്മയുടെ അഭിമാനവും ആരും അറിയാതെ അമ്മ സൂക്ഷിക്കുന്ന രഹസ്യങ്ങളുമാ. അത് തകർന്നാൽ അമ്മയും തകരും. ബബിതയും എന്റെ പപ്പയും കൂടി അമ്മ ഒന്നിച്ചു കണ്ടപ്പോഴത്തെ വേവലാതി എന്തുമാത്രമായിരുന്നുവെന്ന് മനുവേട്ടൻ അറിയോ? എന്തൊക്കെയായാലും ഒരു ദിവസത്തെ ആയുസും കൂടിയല്ലേ ഉള്ളൂ ഇതിനെല്ലാം. ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് തിരിക്കുക. രാത്രി ബസ്സിന്. രോഗത്തിന് നാളെ ക്ലാസ് ഇല്ലാത്തത് സൗകര്യമായി. ഞാൻ 2 ദിവസത്തെ ലീവ് എടുത്തു. 2 ദിവസം പോരാ മനുവേട്ട, അവന് ഒരാഴ്ചയെങ്കിലും നിൽക്കേണ്ടി വരും. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയാൻ വയ്യല്ലോ. എല്ലാം കലങ്ങി തെളിഞ്ഞിട്ടേ നിങ്ങൾക്ക് 2 പേർക്കും തിരിച്ചു പോകാൻ പറ്റൂ. എന്തു സംഭവിക്കുമെന്നാണ് അലീന ഭയക്കുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് നല്ല പേടിയുണ്ട് മനുവേട്ട. എല്ലാവരും ഉണ്ടല്ലോ അവിടെ, പിന്നെ എന്തിനാ? അലീന മൗനമായി നിന്നു. കൊല്ലപ്പള്ളിക്ക് വരുന്നില്ലെന്ന് തീർച്ചപ്പെടുത്തിയോ നീ? പപ്പയും എന്നെയും ഒഴിവാക്കണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതൊന്നും കാണാനുള്ള കരുത്തില്ല മനുവേട്ട. ഓർക്കാൻ കൂടി വയ്യ. ഓക്കെ, നിന്റെ മനസ്സിൽ ആദ്യം അതൊക്കെ. നീയും പപ്പയും കൂടി അവിടെ ഉണ്ടാകണമായിരുന്നു. സംശയങ്ങൾക്കൊന്നും ഇടം നൽകാതെ അവിടെ വച്ച് തന്നെ എല്ലാം ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയേനെ. മനുവേട്ട, നിങ്ങളൊന്നും കാണുന്നത് പോലെ ഇതത്ര നിസ്സാരമായിട്ട് കാണാൻ എനിക്ക് കഴിയുന്നില്ല. സാരമില്ല അലീന, ഇനി ഒരു ദിവസം മാത്രം. അത് കഴിയുമ്പം എല്ലാം ശരിയായിക്കോളും. ഞാൻ പാലായിൽ വന്നിട്ട് വിളിക്കാം. ഓക്കെ? ശരി മനുവേട്ട, അലീന പറഞ്ഞു. കോൾ കട്ടായി. എൽസമ്മ ടാനിയോടൊപ്പം പ്രാക്കൂടിനടുത്തേക്ക് നടക്കുകയായിരുന്നു. അലീന പതിയെ പിൻവാങ്ങി. മാലതിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഹരിശങ്കറും രഞ്ജിനിയും കൂടിയാണ് നീലഗിരിക്ക് പോയത്. അവർ ശനിയാഴ്ച വൈകുന്നേരത്തോടെ തിരിച്ചെത്തി. മനുശങ്കറും രോഹിത്തും ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് വീട്ടിലെത്തിച്ചേർന്നു. രോഹിത്ത് വന്നയുടനെ കൊല്ലപ്പള്ളിക്ക് പോയി. രാജീവ് മേനോൻ ശനിയാഴ്ച രാവിലത്തെ ഫ്ലൈറ്റിന് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി. ടാക്സി പിടിച്ച് നേരെ ഭാര്യ വീട്ടിലേക്ക് പോയി. അയാൾ രാത്രി കൊല്ലപ്പള്ളിയിൽ എത്തിയേക്കാമെന്ന് ജ്യേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു. കേരളത്തിന് പുറത്തുള്ള മറ്റു ബന്ധുജനങ്ങളെ ഒഴിവാക്കിയിരുന്നു. ശിവശങ്കരന്റെ 2 കൊച്ചച്ഛന്മാരും ജീവിച്ചിരിക്കുന്ന ഒരമ്മാവനും 2 അമ്മായിമാരും തിരുവനന്തപുരത്തെ രാവുണ്ണിയമ്മാവന്റെ മക്കളും. ബാലചന്ദ്രൻ കൊടുത്ത ലിസ്റ്റിൽ ചില വെട്ടിച്ചുരുക്കലുകൾ നടത്തിയ ശേഷം ഗംഗാധരൻ അത് മനുശങ്കറിന്റെ കയ്യിൽ കൊടുത്തയച്ചു. വരാൻ പറ്റുന്നവർ ഇത്രയേ ഉള്ളൂവെന്ന് നീ അയാളോട് ചെന്ന് പറ. വല്യച്ഛനും അച്ഛനും വല്ലാത്ത ടെൻഷനിലാണെന്ന് മനുശങ്കറിന് മനസ്സിലായി. അവരുടെ മുഖത്ത് അസാധാരണമായ മുറുക്കം. അധികം സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നവരോട് ദേഷ്യവും. നാളെ ഇവർ 2 പേരും ബന്ധുജനങ്ങളുടെ മുൻപിൽ ഭയങ്കരന്മാരായ 2 ചതിയന്മാരായി തീരാൻ പോവുകയാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവർ, മനസാക്ഷിയില്ലാത്തവർ, എല്ലാറ്റിനും അടിയിലായി സ്വന്തം കൂടപ്പിറപ്പിനോട് കൊടും ദുഷ്ടത കാട്ടിയവർ. മുത്തച്ഛനും രാവുണ്ണിയമ്മാവനും മൺമറഞ്ഞു പോയി. ഇനി അവശേഷിക്കുന്ന 2 പ്രതികൾ ഇവർ 2 പേരുമാണ്. 24 വർഷം മുൻപ് ഇങ്ങനെയൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടിയ ശേഷം ജയന്തിക്ക് ഒരബദ്ധം പറ്റി. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞങ്ങളിത് ഇങ്ങനെ അങ്ങ് പരിഹരിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ
ബന്ധുജന സദസ്സ് ഒന്നടങ്കം ആ പദ്ധതി കൈയടിച്ചു പാസാക്കിയനെ. 2 വ്യാഴവട്ട കാലം കൊണ്ട് എല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ജയന്തി ആന്റിയുടെ പൂർവ്വകഥയുടെ മീതെ ഒരു പെൺകുട്ടി വളർന്നു പടർന്ന് മഹാവൃക്ഷം പോലെ നിൽക്കുന്നു. അവൾ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ തൂപ്പുകാരിയെപ്പോലെ അന്നൊന്ന് കഴിഞ്ഞുകൂടുന്നവളാണെങ്കിൽ വേണ്ടില്ല. മറിച്ച് വന്നുകൂടുന്ന ബന്ധുജനത്തിനെല്ലാം അറിയാവുന്നവൾ, ശത്രുക്കളുടെയും പ്രശംസ പിടിച്ചു പറ്റിയവൾ. അവൾക്ക് എത്ര കണ്ട് വലിപ്പം കൂടുന്നുവോ അത്ര കണ്ട് ചെറുതായി പോകും. അച്ഛനും വല്യച്ഛനും ജയന്തി ആന്റിയും അത്ര കണ്ട് കുറ്റവാളികളായി മറ്റുള്ളവരുടെ ചൂണ്ടുവിരലിന്റെ മുൻമുനയിൽ നിൽക്കേണ്ടി വരും. ജയന്തി ആന്റിയേക്കാൾ സഹതാപം അർഹിക്കുന്ന 2 പേർ തന്റെ അച്ഛനും വല്യച്ഛനുമാണെന്ന് മനുശങ്കറിന് ബോധ്യമായി. നെഞ്ചിൽ തീക്കുടുക്കിയുമായി നടക്കുകയാണ് 2 പേരും. വല്യച്ഛന് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാമായിരുന്നു. ഞാനങ്ങ് നീലഗിരിയിൽ കിടക്കുന്നവൻ, ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നു, ഇവിടെ എന്ത് നടന്നാലും എനിക്ക് എന്ത് എന്ന്. പക്ഷേ വല്യച്ഛൻ അച്ഛൻ്റെ കൂടെ ഒരാശ്വാസമായി ഉറച്ചു നിൽക്കുകയാണ്. പ്രതീക്ഷിക്കാനുള്ളത് ഭയങ്കരമായ പരാജയമാണെന്നറിഞ്ഞിട്ടും അതൊരു സൈനികന്റെ അന്തസ്സാണ്. ജയന്തി ആന്റിക്ക് പോലും തനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് സമാധാനിക്കാം. ആന്റിയും ഒടുവിൽ വിരൽ ചൂണ്ടുന്നത് തന്റെ അച്ഛന്റെയും വല്യച്ഛന്റെയും നേർക്കായിരിക്കും. ഇതേപ്പറ്റിയെല്ലാം ബാലചന്ദ്രൻ അങ്കിളിനോട് തുറന്നു സംസാരിക്കണം എന്ന് കരുതിയാണ് മണിശങ്കർ ജ്വല്ലറി ഷോപ്പിൽ എത്തിയത്. മണിശങ്കറിനെ കണ്ടപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഔപചാരികമായി ബാലചന്ദ്രൻ അവനോട് ഇരിക്കാൻ പറഞ്ഞു. എപ്പോഴാണ് എത്തിയത്? രോഹിത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഫോണിൽ ആരെയോ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. മണിശങ്കർ അച്ഛനും വല്യച്ഛനും ചേർന്ന് വെട്ടിച്ചുരുക്കിയ ലിസ്റ്റ് എടുത്ത് ടേബിളിന് മീതെ വെച്ചു. ഫോൺ ചെയ്യുന്നതിനിടയിൽ തന്നെ ബാലചന്ദ്രൻ അത് ചൂണ്ടുവിരൽ കൊണ്ട് തോണ്ടിയെടുപ്പിച്ച് അതിലൂടെ കണ്ണോടിച്ചു. അത് പഴയ പോലെ നീക്കി വയ്ക്കുകയും ചെയ്തു. ഫോൺ സംഭാഷണം അല്പസമയത്തേക്ക് കൂടി നീണ്ടു. ഇതിനിടയിൽ 2 ചായ മേശപ്പുറത്തെത്തി. മണിശങ്കർ അതിലൊരെണ്ണം എടുത്തു കുടിച്ചു. ഫോൺ വെച്ച് കഴിഞ്ഞ് ബാലചന്ദ്രൻ ചായ എടുത്ത് ഒരു കവിൾ കുടിച്ചു. അച്ഛൻ തന്നുവിട്ടതാ ഇത്, മണിശങ്കർ പറഞ്ഞു. ബാലചന്ദ്ര മേനോൻ മൂളി. ഇതിങ്ങനെ പോരെയെന്ന് ചോദിച്ചു. ആ, എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്കിളിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം. കളമനു, എനിക്കിത് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ. ഞാൻ എനിക്ക് വേണ്ടി തന്നെ എടുക്കുന്ന കഴുമരവും വിചാരണയും. പക്ഷേ എനിക്കൊരു വിധി കൂടിയേ തീരൂ. അങ്കിൾ വല്ലാതെ അസ്വസ്ഥനാണെന്ന് മനുവിന് മനസ്സിലായി. അവൻ കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. അങ്കിൾ പെരുമാറുന്നതും സംസാരിക്കുന്നതുമെല്ലാം യാന്ത്രികമായിട്ടാണ്. മനസ്സെവിടെയോ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. മനു അവിടുന്ന് നേരെ പോയത് വൈജയന്തിയുടെ വാടക വീട്ടിലേക്കായിരുന്നു. വൈജയന്തിയെയും കൃഷ്ണജയെയും ബബിതയെയും കണ്ട് കുശലം പറഞ്ഞു. തിരിച്ചു പോരാൻ നേരം ഗേറ്റിനരികിൽ വരെ ബബിതയും രോഹിത്തും വന്നു. അവർ പ്രതീക്ഷയോടെ മനുവിനെ നോക്കി. ഈയൊരു രാത്രി കൂടിയേ അവശേഷിക്കുന്നുള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ? 3 പേർക്കും പരസ്പരം എല്ലാം അറിയാം. അതിനാൽ വാക്കുകൾക്ക് വിലയില്ല. നോട്ടത്തിനും ഭാവത്തിനും ധാരാളം അർത്ഥങ്ങളുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നുമുണ്ട്. ഓക്കെ, നാളെ കാണാം. വരുന്നത് പോലെ വരട്ടെ. മണിശങ്കർ യാത്ര പറഞ്ഞു പോയി. അന്നു രാത്രിയും ബബിത വൈജയന്തിയോടൊപ്പമാണ് കിടന്നത്. അമ്മയെ അവൾ ഒന്നുകൂടി മുറുകെ പിടിച്ചു. അമ്മയെ തലോടുകയും ഇടയ്ക്കിടെ നെറ്റിയിലും മുടിയിലും ഉമ്മ വയ്ക്കുകയും ചെയ്തു. നിനക്ക് എന്താ ഇന്ന്? വൈജയന്തി ആശ്ചര്യപ്പെട്ട് ചോദിച്ചു. ബബിത ഒന്നും പറഞ്ഞില്ല. രാത്രി വളരെ നേരം അവൾ ഉറങ്ങാതെ കിടന്നു. ഉണർന്നപ്പോൾ ഉറങ്ങിയോ എന്ന് സംശയമായി. ഒന്ന് മയങ്ങിത്തെളിഞ്ഞതേ ഉള്ളൂ എന്ന് തോന്നി. കണ്ണുകൾക്ക് മയക്കവും ക്ഷീണവും. ബബിത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. 8 മണിയോടെ വൈജയന്തി കൊല്ലപ്പള്ളിക്ക് പോകുന്ന കാര്യം മക്കളെ വിളിച്ച് ഓർമ്മിപ്പിച്ചു. നിങ്ങൾ മറന്നുപോയോ? 10 മണിക്ക് ചെല്ലണ്ടേ? ബബിതയും രോഹിത്തും ഒന്നും മിണ്ടിയില്ല. കൃഷ്ണജ ഉത്സാഹിച്ച് ഒരുങ്ങാൻ തുടങ്ങി. വൈജയന്തി 9 മണിയോടെ കുളിച്ചൊരുങ്ങി. കുടുംബക്കാരൊക്കെ ഒത്തുകൂടുന്നതല്ലേ, നമ്മളായിട്ട് കുറയ്ക്കണ്ട, ഒരുങ്ങിപ്പോയേക്കാം. വൈജയന്തി ഉള്ളതിൽ നല്ല സാരിയും ആഭരണങ്ങളും എടുത്തു വച്ചു. ബബിതയെ കൊണ്ട് സാരിയുടെ മടക്കുകൾ പിടിപ്പിച്ച് വകഞ്ഞ് ഭംഗിയാക്കി. പൊട്ടിട്ടു, പൗഡർ പൂശി, ഹെയർ ക്ലിപ്സ് ഭംഗിയുള്ളത് വച്ചു. ബബിതയ്ക്ക് കരച്ചിൽ വന്നു. അവൾ കിച്ചണിലേക്ക് പോയി. ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയുമായിരുന്നു ബബിത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. വൈജയന്തി ഒഴികെ മറ്റുള്ളവർ കഴിക്കാനിരുന്നു. അമ്മ കഴിക്കുന്നില്ലേ? ബബിത ചോദിച്ചു. എനിക്കൊരു ചായ മാത്രം മതി. പിന്നെ ഞാൻ എന്തിനാ ഇതെല്ലാം ഉണ്ടാക്കിയത്? അമ്മ കഴിച്ചേ പറ്റൂ. ഞാൻ ഡ്രസ്സ് മാറിയത് കണ്ടില്ലടി. മുഖത്ത് പൗഡറും കൂടി ഇട്ടു. ഇനി വേണ്ട. അല്ലെങ്കിലും കൊല്ലപ്പള്ളിയിലോട്ടല്ലേ ചെല്ലുന്നത്? ബന്ധുക്കളൊക്കെ വരുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ കാണും അവിടെ. ഉച്ചയ്ക്ക് ചിലപ്പോ ചെറിയൊരു സദ്യയും ഉണ്ടാവും. വൈജയന്തി ചിരിച്ചു. ബബിതയ്ക്ക് സങ്കടമായി. അവൾ ചപ്പാത്തി പ്ലേറ്റിൽ മുറിച്ചിട്ടു. അത് കുറുമയിൽ മുക്കിയെടുത്ത് അമ്മയുടെ പുറകെ നടന്ന് കുഞ്ഞുങ്ങളെ തീറ്റുന്നത് പോലെ വായിൽ വച്ചു കൊടുത്ത് തീറ്റി. ഇന്നേ ദിവസം ഇനി അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയുമോ? 2 വറ്റു വാരി തിന്നാൻ അമ്മയുടെ കൈക്ക് ശക്തിയുണ്ടാകുമോ? അമ്മ അഗാധമായ ഒരു ചെളിക്കുണ്ടിൽ മുങ്ങിത്താഴാൻ പോവുകയാണെന്ന്
അവൾക്ക് തോന്നി. പക്ഷേ അമ്മ അത് അറിയുന്നില്ല. മതി എനിക്ക്, ഞാനെന്താ ഇള്ളക്കുട്ടിയാണോ? പെണ്ണിന്റെ ഒരു കൊഞ്ചല്. വൈജയന്തി ബബിതയുടെ കൈ തട്ടി മാറ്റി. അമ്മേ പ്ലീസ്, ഇതും കൂടി, അമ്മയ്ക്ക് വിശക്കും. അവിടെ ചെന്നാൽ ഒന്നും കഴിക്കാൻ പറ്റില്ല. ബബിത നിർബന്ധിച്ച് അമ്മയുടെ വായ തുറപ്പിച്ചു. അതും കൂടി വായിൽ വെച്ചിട്ട് വൈജയന്തി ഇനി വേണ്ടെന്ന് കൈകാട്ടി വിലക്കി. ബബിത തിരിച്ച് അടുക്കളയിലെത്തി. അപ്പോഴേക്കും അവളുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. കിച്ചൺ സ്ലാബിലിരുന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. അവൾ ഫോൺ എടുത്ത് കാതോട് ചേർത്തു. മോളെ, അലീനയുടെ വിളിയൊച്ച. ബബിത അവിടെ നിന്ന് ഏങ്ങലടിച്ചു. മോളു, എന്താ ഇത്? ചേച്ചി, അമ്മ ഒരു കല്യാണത്തിന് പോണ പോലെ ഒരുങ്ങി പോവുക, ഒന്നും അറിയാതെ. നീ കരയാതെ മോളെ, നീ അവിടെ ഉള്ളതാ എനിക്കൊരു ധൈര്യം. അമ്മയുടെ കൂടെ നിൽക്കണം കേട്ടോ, എങ്ങോട്ടും മാറിപ്പോകരുത്. എപ്പോ വേണമെങ്കിലും എന്നെ വിളിച്ചോ. ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചു നിൽക്കുകയാ. കഴിച്ച പ്ലേറ്റ് സിങ്കിലേക്കിടാൻ വേണ്ടി കൃഷ്ണജ കിച്ചണിലേക്ക് വന്നു. ബബിത ഏങ്ങലടിക്കുന്നത് കണ്ട് അവൾ അമ്പരന്ന് നിന്നു. ബബിത പെട്ടെന്ന് കണ്ണും കവിളും തൂത്തു. ഞാൻ പിന്നെ വിളിച്ചോളാം ചേച്ചി. അവൾ കോൾ കട്ട് ചെയ്തു. ബബിതേച്ചി, എന്തിനാ കരയുന്നേ? കൃഷ്ണ ചോദിച്ചു. ഒന്നുമില്ല. അലിനി ചേച്ചി വഴക്ക് പറഞ്ഞോ? പ്ലേറ്റ് കഴിവെച്ചിട്ട് പോടി, ബബിത ശാസിച്ചു. വീട് പൂട്ടി കാറി കയറുമ്പോൾ ബബിത വാച്ചിൽ നോക്കി. സമയം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ബാലചന്ദ്രൻ വൈകിയാണ് ഉണർന്നത്. 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി കുറെ മദ്യപിച്ചു. ഹൃദയം നിന്നു പോകുമെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതി 2-3 പെഗ് കൂടുതൽ കഴിച്ചു. എണീറ്റപാടെ ബുദ്ധി മന്ദിച്ചതുപോലെ കിടക്കയിൽ തന്നെ ഇരുന്നു. 10 മണിക്ക് കൊല്ലപ്പള്ളിയിൽ എത്തേണ്ടതാണ്. ഒരു ഉൾപ്പേടി. ശിക്ഷ വിധിക്കാൻ പോകുന്ന ന്യായാധിപന് ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള കൊലപ്പുള്ളിയുടെ ആദിയും പാരവശ്യവും. ഒന്നും വേണ്ടായിരുന്നുവെന്ന് ബാലചന്ദ്രമേനോന് തോന്നി. പോകണോ വേണ്ടയോ? ആരും വിളിച്ചില്ല ഇതുവരെ. ആരുമില്ലേ തനിക്ക്? അങ്ങനെ മനസ്സ് ചത്തിരിക്കുമ്പോൾ അലീനയുടെ ഫോൺ കോൾ വന്നു. ബാലചന്ദ്രൻ ഉദാസീനനായിട്ടാണ് സംസാരിച്ചത്. ഇന്നത്തോടെ മറ്റുള്ളവരുടെ മുൻപിൽ ഞാനൊരു സീറോ ആവുകയാണ്. അല്ലെങ്കിലും എന്റെ മനസ്സിൽ ഞാൻ എപ്പോഴേ ഒരു ബിഗ് സീറോ ആണ്. ജയിക്കുന്നവനെ ജനങ്ങൾ വിളിക്കേണ്ടത് ഹീറോ എന്നാണല്ലോ. എന്നെ സംബന്ധിച്ച് മാത്രം അതൊരു വിരോധാഭാസം. അച്ഛാ, അച്ഛൻ പോകുന്നില്ലെന്നാണോ? പോകും, പോകാതിരിക്കാൻ പറ്റില്ല. എനിക്കൊരു വിധി വേണം. പക്ഷേ ഒന്നിനും ഒരർത്ഥവും ഇല്ലെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ള എന്റെ ജീവിതം ഞാൻ കാണുന്നുണ്ട്. പ്രായം ചെന്ന് രോമം കൊഴിഞ്ഞ് ചാവാറായ പട്ടികൾ ഈച്ചയാട്ടി വെയിലും കൊണ്ട് കിടക്കുന്നത് പോലെ. അച്ഛാ, ഇങ്ങനെയൊന്നും പറയല്ലേ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കണം. കൊല്ലപ്പള്ളിക്ക് പോകുന്നെങ്കിൽ അത് മനസാക്ഷി കുത്തില്ലാതെ ആയിരിക്കണം. അല്ലെങ്കിൽ പോകരുത്. അങ്ങനെയല്ല, എന്റെ മനസാക്ഷി കുത്താണ് എന്നെ അങ്ങോട്ട് തള്ളിവിടുന്നത്. മറുവശത്ത് അല്പനേരത്തെ മൗനം. അലീനയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് ബാലചന്ദ്രൻ ഊഹിച്ചു. അച്ഛാ, പ്രതീക്ഷിച്ച വിളി വന്നു. എന്താണെങ്കിലും പറഞ്ഞോ. അത് അച്ഛാ, എന്നെക്കുറിച്ച് വെളിപ്പെടുത്തണോ എന്ന് അച്ഛൻ ഒന്നുകൂടി ആലോചിക്കണം. അലീന, വേണ്ട. പുതിയ നിബന്ധനകളൊന്നും വേണ്ട. താഴാവുന്നതിന്റെ അങ്ങേയറ്റം അടിത്തട്ടിൽ വന്നു നിൽക്കുകയാ ഞാൻ. ബാലചന്ദ്രൻ അല്പം പരുഷമായി പറഞ്ഞു. നിബന്ധനയല്ല അച്ഛാ, അപേക്ഷ ചെയ്ത്. പപ്പയും അമ്മയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി പറയുന്നത് തന്നെ അമ്മയ്ക്ക് താങ്ങാൻ പറ്റാത്ത ഷോക്കായിരിക്കും. തോറ്റു തകർന്ന് നിലത്ത് വീണ് കിടക്കുന്നയാളെ പിന്നെയും. അലീന, നീ ഫോൺ വെച്ചിട്ട് പോ. അല്ലെങ്കിലും എനിക്കറിയാം ജയന്തിക്ക് എന്ത് സംഭവിക്കും എന്നതിലാണ് എല്ലാവർക്കും ഉത്കണ്ഠ. നിങ്ങൾ അമ്മയും മക്കളും ചർച്ചക്കാരും ഒരു പക്ഷം, എതിർപക്ഷത്ത് ഞാൻ ഒറ്റയാൻ. നടക്കട്ടെ. അലീനയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ബാലചന്ദ്രൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ഇനി ആരും വിളിക്കണ്ട. വൈജയന്തിയും മക്കളും കൂടി വന്നു ചേർന്നതോടെ കൈതിക്കൽ മാളിക വീട്ടിൽ അതിഥികളുടെ എണ്ണം പൂർത്തിയായി. മുറികളിലും ഹാളിലും ബാൽക്കണിയിലുമെല്ലാം ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്നു. മുറ്റത്ത് 4-5 കാറുകൾ. എന്തിനാണ് തങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന് മാത്രം ആർക്കും അറിയില്ല. ഗംഗാധരനോടും ശിവശങ്കരനോടും ചിലർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്ര അടിയന്തരമായി ഒരു യോഗം കൂടൽ? വരട്ടെ, പറയാമെന്നാണ് ജ്യേഷ്ഠന്റെയും അനുജന്റെയും മറുപടി. ഒരാൾ കൂടി വന്നു ചേരാനുണ്ട്. ചില കുശുകുശുപ്പുകൾ അങ്ങിങ്ങ് നടക്കുന്നുണ്ട്. സൗദാമിനി അമ്മയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. ഒരുപാട് നാളായി എല്ലാവരെയും ഒന്നിച്ചു കണ്ടിട്ട്. വൈജയന്തി എല്ലാവരോടും കുശലം ചോദിച്ചും സംസാരിച്ചും എല്ലായിടത്തും ചുറ്റിത്തിരിഞ്ഞു. 10 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയപ്പോൾ ബാലചന്ദ്രന്റെ കാർ എത്തി. ഗോവർദ്ധനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. ബാലചന്ദ്രൻ ഇറങ്ങിയ ഉടൻ ഗോവർദ്ധൻ കാർ തിരിച്ചിട്ടു. ബാലചന്ദ്രൻ സിറ്റൗട്ടിലേക്ക് കയറിയപ്പോൾ മനുശങ്കർ ഇറങ്ങി വന്ന് സ്വീകരിച്ചു. മനുവിനോടൊപ്പം ബാലചന്ദ്രൻ ഹാളിലേക്ക് കയറി ചെല്ലുന്നത് കണ്ട വൈജയന്തി ഒന്ന് പകച്ചു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.